രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് തെറ്റാണ്, അല്ലെങ്കിൽ ആ പറയുന്നതൊക്കെ മണ്ടത്തരമാണ്, പോഴത്തരമാണ്. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കി. പിറ്റേ ദിവസം ഇറങ്ങുന്ന മാധ്യമങ്ങളിലൂടെ രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിയുന്നുണ്ടാവുമല്ലോ. എന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കണമെങ്കിൽ രാഹുലിന് ഒരു അജണ്ട ഉണ്ടാവില്ലേ? ആ അജണ്ട ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മോദിയുടെ ഭരണത്തിനെ അട്ടിമറിക്കണം, മോദിയെ അട്ടിമറിച്ച് പുറത്താക്കണം. അപ്പോൾ ഇത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. ഞാനത് വിശദീകരിക്കാം. അതായത് രാഹുൽ ഗാന്ധി, ആളുകൾ ഈ മണ്ടത്തരം ഇപ്പം നമ്മളും ചർച്ച ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞ് ഇന്ന കാര്യം തെറ്റും, മറ്റേ കാര്യം തെറ്റും, മറ്റേ സ്ത്രീ ശരി, മോഡലിൻ്റെ കാര്യം ഇല്ലേ, ബ്രസീൽ, അങ്ങനെ നമ്മൾ ആ ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ആഴത്തിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. ഇയാള് ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാനം പറഞ്ഞ കാര്യം, അതാണ് അജണ്ട എന്ന് പറയുന്നത്. ആ അവസാനം അയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വോട്ടുകൊള്ള നടക്കുന്നു. ഈ വോട്ടുകൊള്ള എന്ന് ഇയാൾ പറയുന്നത് മുഴുവൻ വിദേശ മാധ്യമങ്ങൾ എടുക്കും. വിദേശ മാധ്യമങ്ങൾ മറ്റേതെടുക്കില്ലല്ലോ. ഇല്ല. ഇയാൾ പറഞ്ഞത് മുഴുവൻ പോഴത്തമാണെന്ന് നമ്മൾ പറയുന്ന ഭാഗം വിദേശ മാധ്യമങ്ങൾ എടുക്കുന്നില്ല. ഈ വോട്ട് കൊള്ള ഇയാൾ പറയുന്ന ഭാഗം മാത്രമാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ വോട്ട് കൊള്ള നടക്കുന്നത് കൊണ്ട് നിങ്ങൾ യുവാക്കൾ, ജെൻസി, നിങ്ങൾ രംഗത്തിറങ്ങണം. നേപ്പാൾ പോലെ, ബംഗ്ലാദേശ് പോലെ, അതല്ലേ ശ്രദ്ധിക്കണ്ടേ? അതെ, അയാൾ അങ്ങനെ പറഞ്ഞു. അയാൾ അങ്ങനെ പറഞ്ഞ ആ ദിവസം ബീഹാറിൽ വെസ്റ്റ് ചമ്പാരനിൽ, പണ്ട് ചമ്പാരനിൽ പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ആളാണ് ഗാന്ധി. അങ്ങനെ ചരിത്രത്തിൽ ചമ്പാരൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും, നീലം കർഷകരുടെയൊക്കെ ഇല്ലേ? അപ്പോൾ ഈ വെസ്റ്റ് ചമ്പാരനിൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചു. ആ ദിവസം തന്നെ ഇന്ന് എൻ്റെ സഹോദരൻ വോട്ടുകൊള്ള തെളിവുകൾ നിരത്തി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രസംഗം, അതും കൂടി കൂട്ടി വായിക്കണം. സാധാരണഗതിയിൽ വായനക്കാരോ പ്രേക്ഷകരോ അത് ശ്രദ്ധിക്കില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വാചകങ്ങൾ ഇതാണ്: എൻ്റെ സഹോദരൻ എങ്ങനെയാണ് വോട്ടുകൊള്ള ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഇന്ന് തെളിവ് സഹിതം വ്യക്തമാക്കി. എന്നിട്ടും എന്താണ് ഈ രാജ്യം നിശബ്ദമായിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരായിരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നില്ല? അവരെ മാറ്റൂ, മോദിയും കൂട്ടരെയും അവരെ മാറ്റൂ. അവരുടെ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കൂ, പുതിയൊരു സർക്കാർ ഉണ്ടാക്കൂ. പ്രിയങ്ക പറഞ്ഞതാ. ഈ ജൻസി കലാപം വേണമെന്നല്ലേ ഈ പറയുന്നത്? അതെ. കാരണം കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, വോട്ട് കിട്ടില്ല. ജനാധിപത്യം നിലനിൽക്കുന്ന സ്ഥലമാണല്ലോ. ഈ വോട്ട് ചൊറിയൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. മാത്രമല്ല, ബീഹാറിൽ കൂടുതൽ വോട്ട് ശതമാനമല്ലേ ആദ്യഘട്ടം ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ. അതെ, കൂടുതൽ ആളുകൾ പോയി വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ത്യ മുന്നണി ഒരു ഏകോപിച്ച പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും നമുക്കറിയാം. കോൺഗ്രസ് ഇനി അധികാരത്തിലും വരാൻ പോകുന്നില്ല. പിന്നെ അട്ടിമറിക്കൂ എന്നല്ലേ പറയുന്നത് ഇപ്പോൾ. അതെ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ ദിവസം മോദിയെ അട്ടിമറിക്കൂ എന്ന ആഹ്വാനം മുഴക്കി. അവരെ ആഹ്വാനം മുഴക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം അങ്ങനെ തീരുമാനിച്ചു എന്നാണല്ലോ. അതെ, ആ കുടുംബം തീന്മേശയിലൊക്കെ ഇരുന്ന് ഇതാണ് ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ, അവർ തീന്മേശയിലിരുന്ന് സഹോദരനും സഹോദരിയും അമ്മയും മാത്രം ചർച്ച ചെയ്തല്ലോ. അല്ല, ആ ചർച്ചയിൽ മറ്റേ വാദ്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വാദ്ര പറഞ്ഞു കൊടുക്കുന്ന അസംബന്ധമാണ് ഇയാൾ വിളിച്ചു പറയുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അയാള് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട, മോദിയെ അട്ടിമറിക്കണം എന്നുള്ളത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇയാൾ പത്രസമ്മേളനത്തിൽ ആദ്യ ഭാഗത്ത് അസംബന്ധമൊക്കെ പറഞ്ഞു, ശരി. പിന്നെ പറയുന്നത് ജൻസി കലാപം വേണമെന്നാണ് ഇവിടെ, നേപ്പാൾ പോലെ ബംഗ്ലാദേശ് വരെ. അത് ആരുടെ അജണ്ടയാണ്? നേപ്പാളിലും ബംഗ്ലാദേശിലും ജൻസി കലാപത്തിൻ്റെ പിന്നിൽ ആരായിരുന്നോ അവരുടെ അജണ്ടയാണ്. ബംഗ്ലാദേശിൽ
ഇത് പിന്നിൽ നിന്ന ആളെയൊക്കെ നമുക്കറിയാമല്ലേ, അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ലേ? അതെ. അപ്പോൾ അമേരിക്കയുടെ അവർക്ക് മറ്റേ ദ്വീപ് അല്ലേ, സെന്റ് വിൻസെന്റ് ദ്വീപ് വേണമായിരുന്നു. അത് വേണമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഹസീന നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു പുസ്തകം വരുന്നുണ്ട്, മറ്റേ ഈ ഷെയ്ഖ് ഹസീനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെ പുറത്താക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് 3 പേര് എഴുതിയൊരു പുതിയ പുസ്തകം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് CA ആണ് ചെയ്തത് എന്നും പറഞ്ഞിട്ടുണ്ട്. CA എങ്ങനെയാണ് ചെയ്തതെന്ന് അന്നത്തെ ആഭ്യന്തര മന്ത്രി ഈ എഴുതിയ ആളുകളോടും ഒക്കെ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ CA ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. CAയിൽ തന്നെ ജോലി ചെയ്തിരുന്ന കൗണ്ടർ ടെററിസം ചീഫായിരുന്ന പാകിസ്ഥാനിൽ ജോൺ കിരിയാക്കു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ഓരോ ഘട്ടത്തിലും CA എങ്ങനെ മറ്റേ മുഷറഫിന്റെ കാലത്ത് ആണവ ബോംബൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പാകിസ്ഥാന്റെ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇത് മറ്റേ നടത്തുന്നുണ്ട്. ആ ജൻസി കലാപം ബംഗ്ലാദേശിൽ നടന്നപ്പോൾ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഉള്ളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റുള്ളവരും ഒക്കെ നുഴഞ്ഞു കയറിയിരുന്നു. CA ഫണ്ടഡ് ആണ് എന്നുള്ളത് അറിയില്ലേ? നേപ്പാളിലും അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാം. അപ്പൊ ഈ അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിറങ്ങണം, നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണം. അപ്പൊ അതിനൊരു കാരണം കൊടുക്കുകയാണ് ഈ വോട്ട് കൊള്ള എന്ന് പറഞ്ഞിട്ട്, ഇല്ലാത്തൊരു കാരണം. ഇപ്പോൾ മോദി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ CNN എങ്ങനെയാണ് ഇത് അച്ചടിച്ചിരുന്നതെന്ന് അറിയാമോ? ദ ഡിവിസീവ് ലീഡർ ഹാസ് ബിക്കം ദി പ്രൈം മിനിസ്റ്റർ അഗെയിൻ എന്നുള്ള അർത്ഥത്തിലാണ് വാചകം ഉണ്ടായിരുന്നത്. അതല്ലാതെ മോദി പ്രധാനമന്ത്രിയായി എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിലെ ഭിന്നിപ്പിക്കുന്ന അല്ലേ വിഘടനവാദിയായ ആൾ വീണ്ടും പ്രധാനമന്ത്രി എന്നാണ്. അപ്പൊ വിഘടനവാദി എന്ന് അയാളെ ചിത്രീകരിക്കാനായിട്ട് കുറെ സാധനങ്ങൾ അല്ലേ, ആഖ്യാനങ്ങൾ, ഫോൾസ് നെറേറ്റീവ്സ്, വ്യാജ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കണം. മനസ്സിലായില്ലേ? ആ വ്യാജ ആഖ്യാനത്തിന്റെ ഭാഗമാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ വിൽക്കാൻ പറ്റുന്ന ഒരു വ്യാജ ആഖ്യാനം. അത് പോഴത്തമാണ്, അസംബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആഗോള ശക്തികൾ, ഈ ഡീപ് സ്റ്റേറ്റ് ഈ ആഖ്യാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ മുഴുവൻ വോട്ട് കൊള്ളയാണ് എന്ന്. ഇപ്പം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും മലയാള മനോരമ ഇത് വോട്ട് കൊള്ളയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ആ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് വഴി, ഭരണഘടന വഴി ഒന്നും ഈ സർക്കാരിനെ മാറ്റാൻ പറ്റില്ല. ബി ജെ പി ഇനിയുള്ള കാലത്തും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നേപ്പാൾ പോലെ ഇവിടെ ജൻസി കലാപം വേണം എന്ന് ഇവർ പറയുന്നു. പക്ഷെ അങ്ങനൊരു കലാപം ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ജാഗ്രത വേണ്ടത്. 64 കോടി ആളുകളാണ് ഇവിടെ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 ലക്ഷം ബൂത്തുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയ ലോകത്തൊരിടത്തും ഇല്ല. ശരിക്കും നാട്ടുകാർ, സാധാരണക്കാർ പോയി വോട്ട് ചെയ്യുന്ന ജനാധിപത്യ പ്രക്രിയയാണ്. ചിത്രങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും എല്ലാവരിലും വോട്ടർ ID ഇല്ലേ? എല്ലാവരും പോയി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഹരിയാനയിൽ 1.25 കോടി അല്ലേ, 1.25 കോടിയാണ് വോട്ടർമാർ. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതിൽ ഓരോ മണ്ഡലത്തിലും 28,000 കള്ളവോട്ട് എന്നാണ് ഇയാളുടെ ഫോൾസ് നെറേറ്റീവ് എന്ന് പറയുന്നത്. അതാണ് ഓരോ വാർഡിലും എല്ലാവരെയും അറിയില്ലേ? അപ്പോൾ 8-1 കൊള്ള നടന്നിട്ടുണ്ട്. 8-1 കള്ളവോട്ടാണെന്നാണല്ലോ ഇയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫോട്ടോ മാറിപ്പോയിട്ടുണ്ട്, പേര് തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇതൊക്കെ ക്ലറിക്കൽ എറർ എന്ന് പറയുന്ന സാധനമില്ലേ, എപ്പോഴും സംഭവിക്കും. അത് വെച്ചിട്ട് മൊത്തത്തിൽ വോട്ട് കൊള്ള എന്നതാണ് ഞാൻ പറഞ്ഞ ഫോൾസ് നെറേറ്റീവ്, വ്യാജ ആഖ്യാനം. അതാണ് വ്യാജാഖ്യാനം.
ഇയാൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇയാളുടെ കഥ പൊളിഞ്ഞു പോകും. അതെ. അതുകൊണ്ട് ഇയാൾക്ക് അവിടെ പോകാൻ താല്പര്യമില്ല, ആളുകളെ കാണാൻ താല്പര്യമില്ല. ഇവർ 255 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും അയാൾക്ക് താല്പര്യമില്ല. പക്ഷെ അയാൾക്ക് താല്പര്യം ഫോൾസ് നെറേറ്റീവിലാണ് താല്പര്യം. അതാണ് അയാളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ്. നീ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, നീ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, മറ്റൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സിംഗിൾ ഫോക്കസ് എന്ന് പറയും. ഭ്രാന്തന്മാരിങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് വെച്ചും ഈ ഒരവസരവും അയാളിത് ശരിയാക്കാനുള്ളത് വിനിയോഗിച്ചിട്ടില്ല. പിന്നെ സർവേ ഫലം മുമ്പ് ഇയാൾ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താന്ന് വെച്ചാൽ പല സർവേ ഫലങ്ങളിലും കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ സർവേ ഫലമൊന്നും ശരിയായില്ല, അതുകൊണ്ട് വോട്ട് കൊള്ളാന്നാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ സർവേ ഫലങ്ങളൊന്നും ശരിയല്ല എന്ന് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ കോൺഗ്രസ്. സർവേകൾ നടക്കുമ്പോൾ ഞങ്ങൾ സർവേകളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവര് സർവേ ഫലങ്ങൾ പിന്നെ ശരിയായില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ത്? അപ്പോൾ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നില്ലേ, കടലാസ്, ആ കാലത്ത് ബൂത്ത് പിടുത്തവും റിഗ്ഗിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ണൂരും ഒക്കെ നടന്നിട്ടില്ലേ ധാരാളം. അപ്പോൾ ഹരിയാനയിൽ പണ്ട് ചൗട്ടാലയുടെ കാലത്ത് നടന്നിട്ടില്ലേ? അതെ. കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ? ഒരു എതിർ സ്ഥാനാർത്ഥിയെ ചൗട്ടാല കൊന്നില്ലേ? ആനന്ദ് സിംഗ് ഡാംഗി എന്ന് പറഞ്ഞ ഒരാൾ അന്ന് വലിയ പ്രക്ഷോഭം നയിക്കുമ്പോൾ ഞാൻ ഹരിയാനയിൽ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ പിന്നെ ഈ EVM ആ ബൂത്ത് പിടുത്തമൊക്കെ നിർത്തി. അപ്പോൾ ഇവർ EVM-നെതിരായി വ്യാജ ആഖ്യാനങ്ങൾ അതിനെതിരെ വന്നു. അപ്പോൾ സഞ്ജയ് ഗാന്ധി ഈ നവീൻ ചൗല എന്ന് പറഞ്ഞിട്ടൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു. അയാളും സഞ്ജയ് ഗാന്ധിയും വലിയ കൂട്ടായിരുന്നു അക്കാലത്ത്. കോൺഗ്രസിനൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു. ഈ ക്രിസ്റ്റോഫ് ജാഫർലോട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് അക്കാദമീഷ്യൻ ഇല്ലേ, ഈ അശോക യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷേ അയാൾ ഈ ചാവ്ല ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണെന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. EVM തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമാണ് എന്ന് ചാവ്ല എഴുതിയിട്ടുണ്ട്. ഈ നവീൻ ചൗല തന്നെ. നവീൻ ചൗല എന്ന് കേട്ടൊന്നും വിചാരിക്കണ്ട, ഹിന്ദുവാന്ന് വിചാരിക്കണ്ട, ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയാന്ന് മാത്രമല്ല മദർ തെരേസയുടെ വലിയ ഭക്തനുമാണ്. അപ്പോൾ തോൽക്കുമ്പോൾ പറയുന്ന ആഖ്യാനം മാത്രമാണ് ഈ EVM-ൻ്റെതെന്ന് എന്നിട്ടും സഞ്ജയ് ഗാന്ധിയുടെയൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന നവീൻ ചാവ്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് തുടരെ തോക്കുന്നു, BJP തുടരെ ജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് സ്വത്വ പ്രതിസന്ധി ഉണ്ട്, ഇപ്പോൾ അസ്തിത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി ക്രൈസിസ്. അതുകൊണ്ട് നേപ്പാൾ മാതൃക വേണം എന്ന് പറയാണ് കോൺഗ്രസ്. ജയിക്കാൻ വേറൊരു വഴിയും കോൺഗ്രസിൻ്റെ മുമ്പിലില്ല. അതിന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ശരിയല്ല എന്ന് വരുത്തണം അവർക്ക്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഈ ജൻസിയായിട്ട് ഇറങ്ങട്ടെ എന്നുള്ള താല്പര്യമാണ്. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് സിംബാബ്വെ എന്ന് പറഞ്ഞ സ്ഥലം. സിംബാബ്വേയിൽ റോബർട്ട് മുഗാബെ പ്രസിഡന്റ് ആയിരുന്നില്ലേ, അദ്ദേഹത്തിന് പുറത്താക്കിയത് ഇങ്ങനത്തെ ഫോൾസ് നെറേറ്റീവ്സ് വെച്ചിട്ടാണ്. വ്യാജ ആഖ്യാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു മുഗാബെക്കെതിരെ. മുഗാബെ 61% വോട്ടോടുകൂടി പ്രസിഡന്റായി. അത് കള്ളവോട്ടാണ് എന്ന ആഖ്യാനം ആഗോളത തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അയാളെ പുറത്താക്കണമെന്ന് താല്പര്യമുള്ളത്. ഇതാണ് CNN മറ്റേ മോദിയെ പറ്റി പറഞ്ഞത്. ഡിവിസീവ് പ്രൈം മിനിസ്റ്റർ ഹാസ് വൺ ഇൻ ഇന്ത്യ എന്ന് ഇൻട്രോയിൽ തന്നെ എഴുതുക. ആദ്യത്തെ വാചകത്തിൽ തന്നെ എഴുതുന്നു. കനത്ത തിരിച്ചടി നേരിട്ടു, അതെടുത്ത വാചക മോദിക്ക്. അതുകൊണ്ട് അയാൾക്ക് സഖ്യം വേണ്ടി വരും, അല്ലാതെ ഭരിക്കാൻ പറ്റില്ല. മോദി ജയിച്ചപ്പോൾ CNN എഴുതിയതാ ഇങ്ങനെ. എന്നിട്ട് ഈ മുഗാബെക്കെതിരെ ഈ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയില്ലേ. മുഗാബെ രാത്രി പട്ടാളം വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു. തൂക്കിക്കൊന്നില്ല എന്ന് മാത്രം, വെടിവെച്ചും കൊന്നില്ല. പക്ഷെ മുഗാബെയെ പുറത്താക്കാൻ ഒരാഖ്യാനം ഉണ്ടാക്കിയത് വോട്ട് കൊള്ളാം എന്ന് പറഞ്ഞ ഇതേ ആഖ്യാനമാണ്. അട്ടിമറി
ഇത് സിംബാബ്വെ പോലെ പല സ്ഥലത്തും നടന്നിട്ടുള്ളതാണ്. ആ ഈ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു നോവലില്ലേ മറിയോ പുസോയുടെ, വലിയ സിനിമയൊക്കെ ആയില്ലേ. ആ ഗോഡ് ഫാദർ മോഷ്ടിച്ച് മറ്റേ സിനിമയാക്കിയിട്ടില്ലേ, അമൽ നിരത്, ആ മൈക്കിളച്ചൻ ആ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ നമ്മുടെ മമ്മൂട്ടി ആ മൈക്കിളപ്പൻ എന്ന് മറ്റേ പറഞ്ഞ് ഒരു കഥാപാത്രം വരുന്നില്ലേ. അപ്പൊ ഗോഡ് ഫാദറിലൊരു മകനുണ്ട് ഇതുപോലെ, ആ ഈ ഡോൺ കോർലിയോണ്, ഫ്രെഡോ എന്നാണ് മകന്റെ പേര്. ആ ഫ്രെഡോ എന്ന് പറഞ്ഞ മകന്റെ പേര് പെണ്ണ് പിടുത്തം, കഞ്ചാവടി, പണിയൊന്നും എടുക്കില്ല, ഇങ്ങനെ നടക്കുന്ന ഒരുത്തനാണ് ഈ ഫ്രെഡോ. ഈ ഫ്രെഡോയെ പോലെ ഒരുത്തനാണ് ഈ സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധി. പക്ഷെ ഈ ഫ്രെഡോ അവസാനം എന്താണെന്നറിയോ, ഗോഡ് ഫാദറിലൊക്കെ വരുന്നത് ശത്രുക്കളുടെ കാലായിട്ട് മാറും, ശത്രുക്കളുടെ കോടാലിക്കൈയായിട്ട് മാറും. മനസ്സിലായില്ലേ കഥ? അതെ. ആ ഗോഡ് ഫാദറിലെ ഫ്രെഡോയെ പോലൊരു ഒരുത്തനാണ് ഈ രാഹുൽ ഗാന്ധി. മോദിയെ അട്ടിമറിക്കണം, ഇന്ത്യ പുരോഗതിയിലേക്ക് നീങ്ങരുത്, ഇന്ത്യ മൂന്നാമത്തെ വൻശക്തി ആകരുത്. ഇതൊക്കെ ആഗോള അട്ടിമറി ശക്തികൾക്ക്, സോറോസിനുമൊക്കെ താല്പര്യമുണ്ട്. അവരുടെ കയ്യിലെ കോടാലിക്കൈയാണ് രാഹുൽ ഗാന്ധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.